കണ്ടീഷൻ വണ്ടികളാണ് എല്ലാം ലോ കിലോമീറ്റർ ആണ് നമ്മുടെ ഹൈലൈറ്റ്. 24 മോഡല് ZXi ആണ് വേരിയന്റ് വരുന്നത്. 19,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ 19,000. 4 ലക്ഷം. ഇതും ഫുൾ ഫിനാൻസ് ചെയ്യാവുന്ന വെഹിക്കിൾ ആണ്. ഇത് കുറച്ച് കൂടുതൽ ഓടിയേക്കുന്ന വണ്ടി 1000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഇത് വാറന്റി കിടക്കുന്ന അണ്ടർ വാറന്റിയിൽ വരുന്ന വണ്ടിയാണ്. ഇനി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. 20,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വണ്ടി 20,000 ഓടിയിട്ടുള്ളൂ. ഓൾട്ടോ കേട്ടൻ ഇത് 20,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ. ഇത് ആകെ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വെഹിക്കിൾ ആണ്. 40,000 ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പ്രീമിയം വണ്ടിയിൽ ഏറ്റവും ലോ മെയിൻ്റെനൻസ് വരുന്ന വണ്ടിയാണ് ഇത്. അപ്രോക്സിമേറ്റ് 0 ഡൗൺ പേയ്മെന്റിൽ ചെയ്യാൻ പറ്റും. കാരണം സുസുക്കിയുടെ വണ്ടിയല്ലേ. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 1 lakh ആണ്. 1 ലക്ഷമാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് ഫെയർ വീൽസ് എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ കണ്ടെയ്നർ റോഡിലാണ് വരുന്നത് അല്ലേ? പുതിയ റോഡ് സിഗ്നലിലാണ്. ഡിക്കാത്തലോണിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഷോറൂം വരുന്നത്. അപ്പോൾ ഇസ്മായിൽ ബ്രോ നമ്മുടെ കൂടെ ഉണ്ട്. കുറച്ച് ലോ കിലോമീറ്റർ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അതെ. പിന്നെ വേറെ കുറെ വണ്ടികൾ മാറി വന്നിട്ടുണ്ട്. കണ്ടീഷൻ വണ്ടികളാണ് എല്ലാ വണ്ടികളും. എല്ലാം ലോ കിലോമീറ്റർ ആണ് നമ്മുടെ ഹൈലൈറ്റ്. ഒരു 1 lakh കുറഞ്ഞുള്ള വണ്ടികളായിരിക്കും. ഒരു 95% ആണല്ലേ? അപ്പൊ അതിൻ്റെതായ ഒരു ക്വാളിറ്റി വണ്ടിക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് വണ്ടി ഓരോന്നായിട്ട് പരിചയപ്പെട്ടു തുടങ്ങാം അല്ലേ? പിന്നെന്താ. അപ്പൊ ആദ്യം നമുക്കൊരു സ്വിഫ്റ്റിന്ന് തുടങ്ങാം. ഏതാ മോഡല്? സ്വിഫ്റ്റ് 2024 മോഡല് ZXi ആണ് വേരിയന്റ് വരുന്നത്. 19,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ 19,000. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്നു. അതെ. ഇത് ബ്ലാക്ക് കളർ ആണ്. ലിമിറ്റഡ് വണ്ടിയാണ്. ഓക്കെ. ഇത് കമ്പനി അലോയ് ആണോ? ഇനി വാറന്റി ബാലൻസ് ഉണ്ട് വണ്ടിക്ക്. അണ്ടർ വാറന്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. പെട്രോൾ മാനുവൽ. ഓക്കെ. അപ്പൊ നമ്മൾ എത്ര വില പറയണേ? ഇത് നമുക്ക് 790 ആ റേഞ്ചിൽ ചെയ്തു കൊടുക്കാം. 7,90,000 ആണ് ലാസ്റ്റ് പ്രൈസ് ആണോ അത്? അല്ല, നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം, കുഴപ്പമില്ല. എല്ലാ വണ്ടികളും ഡയറക്റ്റ് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം അല്ലേ? ഇതിന് ഫിനാൻസ് വീഴും. എത്ര ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും? ഇത് ഫുൾ പേയ്മെന്റ് ഫിനാൻസ് ചെയ്യാവുന്ന വണ്ടിയാണ്. 0 ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും അത് വരുന്നത്. 2013 ശേഷമുള്ള വണ്ടികൾക്കൊക്കെ ഫിനാൻസ് ചെയ്യാം. എല്ലാം ഫിനാൻസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇത് ബ്രിയോ ഓട്ടോമാറ്റിക് ആണ്. ബ്രിയോ ഓട്ടോമാറ്റിക് 2014 മോഡല് സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഉള്ളൂ വെഹിക്കിളിന്. ഈ വണ്ടിയിൽ പെട്രോൾ ഉള്ളൂ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 60,000 ആണ് ഓടിയത്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കണ്ടീഷൻ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഓക്കെ. അപ്പൊ വില നമുക്കൊരു 4 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം. ഓക്കെ. ഇതും ഫുൾ ഫിനാൻസ് ചെയ്യാവുന്ന വെഹിക്കിൾ ആണ്. ഓക്കെ. അപ്പൊ ഇതും 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് ഏതാ വേരിയന്റ്? മിഡ് വേരിയന്റ് ആണ്. VX ആണ് വേരിയന്റ് വരുന്നത്. ഇത് സിംഗിൾ വേരിയന്റിൽ മാത്രമാണ് ഓട്ടോമാറ്റിക് ഉള്ളൂ. ഏറ്റവും ടോപ്പ് എൻഡിൽ മാത്രമാണ് ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പൊ അതാണ് വേരിയന്റ് വരുന്നത്. 4 ലക്ഷമാണ് പറയുന്നത്. 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്തത് ഇത് കുറച്ച് കൂടുതൽ ഓടിയേക്കുന്ന വണ്ടി 1000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വെറും 1000 കിലോമീറ്റർ ഓടിയ ബലേനോ ആണ് ഈ കിടക്കുന്നത്. ഇത് 24 മോഡലാണ്. സിംഗിൾ ഓണർ ഡെൽറ്റ വേരിയന്റ് വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഇത് നമുക്കൊരു 7.5 ലക്ഷം രൂപക്ക് കൊടുക്കാവുന്ന വെഹിക്കിളാണ്. 7.5 അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവോ? നമുക്ക് ഡയറക്റ്റ് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ നെഗോസിയേഷൻ ചെയ്തു കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ഈ 1000 കിലോമീറ്റർ ഓടിയ വണ്ടി നമ്മൾ എപ്പോഴും ലോ കിലോമീറ്റർ വണ്ടികൾ ചെയ്യുന്ന നേരത്ത് ആൾക്കാർ സംശയം പറഞ്ഞ് കമന്റ് ഇടാറുണ്ട്. ഫസ്റ്റ് 2 ഫ്രീ സർവീസ് മാത്രമാണ് ഈ വെഹിക്കിളിന്റെ ചെയ്തിട്ടുള്ളൂ. ഇത് വാറന്റി കിടക്കുന്ന അണ്ടർ വാറന്റിയിൽ വരുന്ന വണ്ടിയാണ്. ഇനിയും 2 വർഷം കൂടി വാറന്റി ബാലൻസ് ഉണ്ടല്ലേ? അപ്പൊ എടുക്കുന്ന ആൾക്ക് പുതിയൊരു വണ്ടി എടുക്കുന്ന രീതിയിൽ പുതിയ വണ്ടി എടുക്കുന്നത് മാതിരി തന്നെ എടുക്കാൻ പറ്റും. ഇവിടെ അതെ, 0 ക്ലെയിം ആണ് വണ്ടി. വേറെ ഒരു പോർഷൻ സ്ക്രാച്ചോ അങ്ങനെ ഒന്നുമില്ല. വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. ഓക്കെ. ഡെൽറ്റ മാനുവൽ വണ്ടിയല്ലേ? അതെ, പെട്രോൾ മാനുവൽ. ഓക്കെ. അപ്പൊ വില നമ്മൾ പറഞ്ഞില്ലേ? വില 7.5 ലക്ഷം രൂപ. 7.5 ലക്ഷം രൂപയാണ്. ഫിനാൻസ് എത്ര കയറുമായിരിക്കും? ഫിനാൻസ് ഒരു 50,000 ഒക്കെ ഡൗൺ അടിച്ചാൽ മതിയാവും. ഇറക്കാൻ പറ്റും അല്ലേ? നല്ല പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ 0 തന്നെ ചെയ്യാവുന്ന വെഹിക്കിളാണ്. നല്ല പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ സിവിൽ സ്കോർ ഉണ്ടായിരിക്കണം. ഒരു 700-750 പ്ലസ് ഒക്കെ സിവിൽ സ്കോർ ഉണ്ടെങ്കിലാണ് 0 ഡൗൺ പേയ്മെന്റ്. ലോണിന്റെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്തത് ക്രെറ്റ. ഏതാ മോഡല്? ക്രെറ്റ 21 മോഡല് എസ് വേരിയന്റ് ആണ് വരുന്നത്. എസ് വേരിയന്റ് ആണ്. ഓക്കെ. പെട്രോൾ ആണ്. 80,000 ആണ് ഓടിയേക്കണത്. 80,000 ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർ ആണ് വരുന്നത്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ എത്ര വില പറയുന്നത്? ഇത് 990 കൊടുക്കാവുന്ന വെഹിക്കിളാണ്. 9,90,000 രൂപ. ഓക്കെ. എല്ലാം പറയുന്ന വിലയാണ്. നിങ്ങൾ വരുമ്പോൾ എന്തായാലും അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. ഇതിനും ഫിനാൻസ് എത്ര നമ്മൾ ഡൗൺ അടക്കേണ്ടി വരും?
ഇതും ഒരു 50 രൂപ ആ റേഞ്ച് ഡൗൺ അടച്ചാൽ മതിയോ? അടച്ചാൽ മതിയായിരിക്കും കേട്ടോ. മോഡലുള്ള വെഹിക്കിൾസ് ആണ്, അത്യാവശ്യം മാക്സിമം ലോൺ ചെയ്യാവുന്ന വെഹിക്കിൾസ് ആണ്. ഇത് 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. 5 years ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അല്ലേ? അതിൽ അവിടെ കിടക്കുന്ന വണ്ടിയൊക്കെ പ്രൊഫൈൽ ഉണ്ട്, 7 years വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. സ്വിഫ്റ്റ് 7 years ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 7 years ചെയ്യുമ്പോൾ EMI കുറഞ്ഞു കിട്ടും. EMI കുറഞ്ഞു കിട്ടും. അടുത്തൊരു ഈക്കോ ഉണ്ടല്ലോ, ഈക്കോ 21 മോഡല് 20,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വണ്ടി 20,000 ഓടിയിട്ടുള്ളൂ. ഇത് പെട്രോളല്ലേ? പെട്രോൾ ആണ് വണ്ടി വരുന്നത്. 5 seater ആണ്. വേറെ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. കൊമേഴ്ഷ്യൽ യൂസോ കാര്യങ്ങളോ ഒന്നുമല്ല. പ്രൈവറ്റ് യൂസ് ആയിരുന്നു. ആ വണ്ടി കാണുമ്പോൾ അറിയാം, അതിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും കാണുമ്പോൾ നമുക്ക് അറിയാം പ്രൈവറ്റ് യൂസ് ആയിരുന്നു എന്നുള്ളത്. ഇപ്പൊ എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കൊണ്ടു നടക്കാം, കാരണം അത്ര അങ്ങനെ അതിന് പറ്റിയൊരു വണ്ടിയാണല്ലോ അല്ലേ? അതെ അതെ. അപ്പൊ വില എത്ര നമ്മൾ പറയണേ? വില 4,10,000 രൂപ കൊടുക്കാം. ഓഫർ പ്രൈസ് ആണോ? ഓഫർ പ്രൈസ് ആണ്. 4,10. അതെ അതെ. എല്ലാ വെഹിക്കിൾസും നമ്മൾ ഒരുപാട് വലിയ മാർജിൻ ഇട്ടൊന്നും അല്ല വെഹിക്കിൾസ് കൊടുക്കുന്നത്. അത്യാവശ്യം മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ റേറ്റ് കുറച്ചാണ് നമ്മൾ പറയുന്നത്. പിന്നെ വണ്ടിയുടെ കിലോമീറ്ററും ക്വാളിറ്റി അനുസരിച്ച് ആണ് അതും കൂടി ഡിപെൻഡ് ചെയ്താണ് റേറ്റ് പറയുന്നത്. അപ്പോൾ 4,10 ആണ് പറയുന്നത് അല്ലേ? അതെ അതെ. ഫിനാൻസ് കയറുമല്ലോ? ഒരു ഫിനാൻസ് ഫുൾ ഫിനാൻസ് തന്നെ ചെയ്യാവുന്ന വണ്ടിയാണ്. ഫിനാൻസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. അടുത്ത ഓൾട്ടോ കേട്ടൺ അല്ലേ? ഓൾട്ടോ കേട്ടൺ ഇത് 20,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ. 20,000 കിലോമീറ്റർ 2017 മോഡലാണ്. സെക്കൻഡ് ഓണർ ആണ് വെഹിക്കിൾ വരുന്നത്. LXi അല്ല, VXi ഓപ്ഷണലാണ്. VXi ഓപ്ഷണലാണ് വരുന്നത്. VXi ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 2 ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ. ബാക്കിൽ വൈൻഡർ ആയിരിക്കും വരുന്നത്. സ്റ്റീരിയോ എക്സ്ട്രാ ചെയ്താണോ? അല്ല, ഇൻബിൽഡ് ആണല്ലേ? ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. പിന്നെ എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വീൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ. ബാക്കിയൊന്നും ഇല്ല, എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിലാണ്. അപ്പൊ നമ്മള് വില എത്ര പറഞ്ഞത്? ഇത് നമുക്കൊരു 340 ആ റേഞ്ചിൽ ചെയ്ത് കൊടുക്കാം. ഇതും ഫുൾ ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വെഹിക്കിൾ ആണ്. 3,40,000 ഫുൾ ഫിനാൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ 0 ഡൗൺ പേയ്മെന്റ് വണ്ടി കുറെ ഉണ്ട് നമുക്ക്. അടുത്തത് ഇത് ഒരു ഹൈലൈറ്റ് സ്വിഫ്റ്റ് അല്ലേ? അതെ അതെ. ഇത് ആകെ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഈ മോഡൽ സ്വിഫ്റ്റിന്റെ ഏറ്റവും ലാസ്റ്റ് വേരിയന്റ് ആണ്. അതായത് 2017 ഏറ്റവും ലാസ്റ്റ് മന്ത് ഇറങ്ങിയ വണ്ടിയാണ്. അതിനുശേഷം ഫേസ് ലിഫ്റ്റ് വന്നു. ഇത് VXi ആണ് വേരിയന്റ് വരുന്നത്. 10,000 ആണ് ഓടിയിട്ടുള്ളൂ. 10,000 അതാണ് നമ്മൾ പറഞ്ഞ ഹൈലൈറ്റ് ഇട്ടോ. വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2017 മോഡൽ വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. റീപ്ലേസ്മെന്റ് പോയിട്ട് ഒരു റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല വണ്ടിയിൽ. റീപെയിന്റ് ഒന്നും ആകെ ഈ ഗ്രില്ലൊന്നും മാറ്റിയിട്ടുണ്ടല്ലേ? അതാ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തേക്കണേ. അതിന്റെ പഴയ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? അപ്പൊ കസ്റ്റമർ വേണമെങ്കിൽ അത് മാറ്റി കൊടുക്കാം. കുഴപ്പമില്ല. ബാക്കിയെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിലാണ് കിടക്കുന്നത്. വണ്ടി പെട്രോൾ മാനുവൽ വണ്ടിയാണ്. അപ്പൊ വില എത്ര നമ്മൾ പറഞ്ഞത്? വില നമുക്കൊരു 510 ചെയ്യാവുന്ന വണ്ടിയാണ്. 5,10,000 രൂപ. ഓക്കെ. 5,10,000 നമുക്ക് ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഈ വണ്ടിയൊക്കെ ഈ വേരിയന്റ് വരുന്ന സ്വിഫ്റ്റ് ഒക്കെ റെയർ ആണ്. പിന്നെ ലോ കിലോമീറ്റർ സ്വിഫ്റ്റ് കിട്ടാൻ പാടാണ്. അതെ അതെ. അപ്പൊ എത്ര അടക്കേണ്ടി വരും ഡൗൺ പേയ്മെന്റിനൊക്കെ? ഇതും ഒരു 30,000 ആ റേഞ്ച് ഒക്കെ. 30,000. ഇത് 1-2 തവണ അഡ്വാൻസ് ആയ വെഹിക്കിളാണ്. ഫിനാൻസിന് പോയായിരുന്ന അത് കസ്റ്റമറിന്റെ പ്രൊഫൈൽ മോശമായതുകൊണ്ട് അപ്പൊ വണ്ടി ഇപ്പോഴും ഇവിടെ അവൈലബിൾ ആണ്. ആവശ്യക്കാർ എത്രയും വന്ന് പെട്ടെന്ന് എടുത്തോളുക. അടുത്തത് WRV 2018 മോഡല് VX 60,000 ഡീസലാണ്. ടോപ്പ് എൻഡ് ഡീസൽ വെഹിക്കിൾ ആണ് വരുന്നത്. സൺറൂഫ്, അലോയ് വീൽ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇതും 0 ക്ലെയിം ആണ് വണ്ടി. എത്ര ഓടിയുണ്ട്? ഇത് 60,000 ആണ് ഓടിയത്. 60,000 ഓടിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. റീപ്ലേസ്മെന്റുകളൊന്നും ഇല്ല. നീറ്റ് വണ്ടിയാണ്. അപ്പൊ വില എത്ര നമ്മൾ പറയണേ? വില നമുക്കൊരു 8 lakhന് ഫൈനൽ ചെയ്യാൻ പറ്റും. 8 ലക്ഷം? അതെ. 8 ലക്ഷം ഫൈനലാണോ? നമുക്ക് ചെറിയ എന്തെങ്കിലും റേറ്റ് കുറച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ വരിക. ഇതിനും ഫിനാൻസ് കയറും. എത്ര അടയ്ക്കേണ്ടി? ഒരു 50 രൂപ അടച്ചാൽ? 50 രൂപ ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറക്കിക്കൊണ്ടു അല്ലേ? ഓക്കെ. നമുക്ക് ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, തിരിച്ചു കാർഡിന്റെ കോപ്പി, ചെക്ക് ലീഫ് ഇത്രയൊക്കെയാണ് വേണ്ടത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് 6 മാസത്തെ 6 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണ്ടി. ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഫിനാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 3-4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അല്ലെ ചെയ്തു കൊടുക്കാം. അപ്രൂവൽ ആയി കഴിഞ്ഞാൽ വണ്ടി കൊടുത്തുവിടാൻ പറ്റും. റെഡി ക്യാഷ് ആയിട്ട് വന്നാൽ ഞാൻ പറഞ്ഞ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഓക്കെ. അടുത്ത നമുക്ക് ഇത് ചെയ്താലോ? ഇത് 2018 തന്നെ മോഡല് സ്വിഫ്റ്റ് ആണ്. അല്ല, ക്രെറ്റ ആണ്. ഓക്കെ. 18 മോഡൽ ക്രെറ്റ. ഏതാ മോഡല്? വേരിയന്റ് EX ആണ്. ഓക്കെ. പെട്രോളോ ഡീസലോ? ഇത് ഡീസലാണ് വെഹിക്കിൾ വരുന്നത്. 60,000 ഓടിയിട്ടുള്ളൂ. ഡീസൽ മാനുവൽ ആണ്. അതെ. സിംഗിൾ ഓണർ ആണ്. 60,000 ഓടിയ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. ഇത് ഫുൾ സ്റ്റോക്ക് ആണ്. ഒന്നും അഡീഷണൽ കസ്റ്റമർ ചെയ്തിട്ടില്ല. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്ന വില എത്ര? വില ഇതും 8 lakhs ആണ്. ഓക്കെ. ആസ്ക് ചെയ്യുന്നത്.
അതിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇതിന് ഫിനാൻസ് വീഴും, കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ അല്ലെ ഇറക്കാൻ പറ്റുമല്ലോ. പിന്നെ വണ്ടിയൊക്കെ ആകുമ്പോൾ മാക്സിമം ഫിനാൻസ് കയറും പ്രൊഫൈൽ ഉണ്ടെങ്കിൽ. അതെ അതെ. അടുത്ത നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് 2016 മോഡല് റിഡ്സ്. ഓക്കെ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. VDI ആണ്. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വെഹിക്കിൾ ആണ്. 40,000 ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. സ്റ്റോക്ക് കണ്ടീഷൻ. സീറ്റ് കവർ മാത്രം അഡീഷണൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗ്രില്ലും എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിലാണ് കിടക്കുന്നത്. ഗ്രില്ല് ഇത് ഒട്ടിച്ചേക്കണ ഗ്രില്ലാണ്. ഇതിന്റെ അകത്ത് മറ്റേ പഴയതുണ്ടല്ലേ? പഴയതുണ്ട്. അപ്പൊ ഇതൊന്ന് ഇളക്കി കളഞ്ഞാൽ പഴയ ലുക്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്പറും കൊള്ളാം, 1009. ഇന്ത്യയിൽ ലോക്കായി പോയല്ലേ. സീറ്റൊക്കെ അടിപൊളിയാണ്, വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. അതെ അതെ. കിലോമീറ്റർ, അതായത് ഡീസൽ വെഹിക്കിൾ ലോ കിലോമീറ്റർ വണ്ടി നോക്കുന്ന കസ്റ്റമേഴ്സിന് ആപ്റ്റ് ആണ്. ഒരു 40 ജെനുവിൻ കിലോമീറ്റർ ആണ്. കിലോമീറ്ററിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് തോന്നാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാം. അത്രയും ഗ്യാരണ്ടി പറഞ്ഞാണ്, കിലോമീറ്ററിൽ ഗ്യാരണ്ടി പറഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നത്. ആക്സിഡന്റ്, മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഫ്ലഡഡ് ആയിരിക്കില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗ്യാരണ്ടിയാണ്. പിന്നെ ചെറിയ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും. റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കസ്റ്റമറിന്. പിന്നെ റീപെയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വണ്ടിക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഈ ഡോറിന്റെ അവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, അത് നമ്മൾ ചെയ്യും. ഇപ്പൊ നിലവിൽ വണ്ടിയിൽ റീപെയിന്റ് ഒന്നുമില്ല, ആ ഒരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. വണ്ടി പോളിഷ് ചെയ്യാനും വാഷ് ചെയ്യാനൊക്കെ എല്ലാം ഉണ്ട്. ചെയ്തിട്ടില്ല, കൊണ്ടുവന്ന കണ്ടീഷൻ. നിങ്ങൾ വന്നുകൊണ്ട് വണ്ടി കയറ്റിയിട്ടാണ്. അതെ. പിന്നെ മഴയാണ്, എപ്പോ കഴുകിയിട്ടാലും ചെളി അടിച്ച് കയറിക്കൊണ്ടിരിക്കും. അതിൻ്റെതായ ഒരു ഇതേ ഉള്ളൂ, അല്ലാതെ വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വില നമ്മൾ എത്ര പറഞ്ഞേ? വില നമുക്കൊരു 4 ലക്ഷം രൂപ ആസ്കിങ് ആണ്. 450. അതെ അതെ. ഇത് അത്യാവശ്യം ഫിനാൻസ് മോഡൽ കൂടുതലുള്ള വെഹിക്കിൾ ആണ്. 16 മോഡൽ ഉള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാവുന്ന വണ്ടിയാണ്. ചെയ്യാൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ. ക്രിസ്റ്റ് ഡീസലൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്, എത്ര പെട്ടെന്ന് വന്നോളുക. അടുത്ത സിയാസ് പെട്രോൾ, ആൽഫ പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. എത്ര ഓടിയുണ്ട്? ഇത് 50 ആണ് ഓടിയേക്കുന്നത്. 50,000. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റുകളോ പ്രശ്നങ്ങളോ ഇല്ല, വേറെ അപാകതയോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. അതെ അതെ. ഓക്കെ. അപ്പോൾ വില എത്ര പറയുന്നത്? വില നമുക്കൊരു 6 ലക്ഷം രൂപക്ക് ചെയ്യാവുന്ന വണ്ടിയാണ്. 6,50,000 ആണ്. ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും. അപ്പോൾ അപ്രോക്സ് ഫുൾ ഫിനാൻസ് ചെയ്യാവുന്ന വണ്ടിയാണ്. ഫുൾ ഫിനാൻസ് ചെയ്യാം അല്ലേ? ഓക്കെ. 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇതേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ? എക്സ്ചേഞ്ചും എടുക്കാം. അത്യാവശ്യം കിലോമീറ്റർ കുറഞ്ഞ ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പ്രൈസ് ഇട്ട് എടുക്കാം. പിന്നെ ഇടിച്ച വണ്ടിയൊന്നും ആയിരിക്കരുത്, കാരണം നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആക്സിഡന്റ് ഉള്ള വെഹിക്കിൾസ് ഒക്കെ അതേമാതിരത്തെ ഡീലേഴ്സിനാണ് കൊടുക്കുള്ളൂ. ഓക്കെ. നമ്മള് കസ്റ്റമർ സെയിൽ ഇല്ല ആക്സിഡന്റ് വണ്ടി ഒന്നും. ഇപ്പൊ കിടക്കുന്നുണ്ട് മൈക്ര, ഇപ്പൊ ഡീലർക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടികളുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പറയാം. ആ വിലയും പറഞ്ഞു കൊടുക്കാം. ആ വിലക്ക്, അതിന്റേതായ വിലക്ക്, ഡീലർക്ക് കൊടുക്കുന്ന വിലക്ക് തന്നെ പറയാം. അപ്പോ എക്സ്ചേഞ്ച് ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് ഡെലിവറി ഓപ്ഷൻ ഉണ്ടോ? ഡെലിവറി ഇപ്പൊ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഡെലിവറി ഉണ്ട്. പിന്നെ നിങ്ങൾ വന്ന് വണ്ടി കാണുക എന്നുള്ളത് ഫസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യമാണ്. വണ്ടി കാണാതെ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതിൽ വേറെ കുറവോ കൂടുതലോ ഉണ്ടാവില്ല. പക്ഷെ അത് ആ ഒരു ഗ്യാരണ്ടിയിൽ തന്നെ ചെയ്തും കൊടുക്കാം, നോ പ്രോബ്ലം. അതേമാതിരത്തെ വെഹിക്കിൾസ് നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കിലോമീറ്റർ, ഒരു 40 ഒക്കെ കഴിഞ്ഞ വണ്ടിയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ചോയ്സ് ആണ്. വേണമെന്നുണ്ടെങ്കിൽ വണ്ടി വന്ന് ഹിസ്റ്ററി വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പൊ കഴിഞ്ഞ മാസം തന്നെ ഒരു 3 വണ്ടിയോളം കസ്റ്റമർ കാണാതെ ഇപ്പൊ ഒരു മൈക്ര അയക്കണത് കസ്റ്റമർ ഇതുവരെ വണ്ടി കണ്ടിട്ടില്ല. നമ്മുടെ ഒരു ഗ്യാരണ്ടിയിൽ കൊടുക്കാണ്. അത് ഇവരോടുള്ള വിശ്വാസം കൊണ്ട് അല്ലേ? അതായത് വണ്ടി കാണാണ്ട് വന്നൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടെൻഷനാണ്. ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഉണ്ടെങ്കിൽ നമ്മൾ അതുവരെ നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുത്ത് A to Z നമ്മൾ ചെക്കപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരാൾ വന്ന് കണ്ടെടുക്കുന്നത് പോലെയല്ല. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇവിടുന്ന് സെയിലാവുന്ന വണ്ടികൾ അവിടുന്ന് സാറ്റിസ്ഫൈഡ് കസ്റ്റമർ പറഞ്ഞറിഞ്ഞ് മറ്റുള്ളവർ വരുമ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ കുറെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. കഴിവതും നിങ്ങൾ വന്ന് വണ്ടി നോക്കുക, നിങ്ങളുടെ ഉറപ്പ് വരുത്തുക. അപ്പൊ അടുത്ത വണ്ടി എന്ന് പറയുന്നത് XUV 500 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. W10 ആണ് വണ്ടി വരുന്നത്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. സൺറൂഫ് വരുന്നുണ്ട്, അലോയ് വീൽ വരുന്നുണ്ട്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എത്ര ഓടിയുണ്ട്? ഇത് 95 ആണ് ഓടിയേക്കുന്നത്. 95,000. സെക്കൻഡ് ഓണർ ആണ്. ഒന്നിന് താഴെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. അപ്പോ വില എത്ര പറയുന്നത്? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ വില എത്ര നമ്മൾ പറയണേ? വില നമുക്കൊരു 9,10,000 ഫൈനൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 9,10,000. 9,10,10,000 കൊടുക്കാം. എത്ര ഡൗൺ അടക്കേണ്ടി വരും? ഇതും ഒരു 1 ലാഖിൽ താഴെ ഡൗൺ അടച്ചാൽ മതിയോ? ഡൗൺ അടച്ചാൽ മതിയായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അപ്പൊ ഇനി നമ്മൾ 2 കിഡ്ക സ്വിഫ്റ്റ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്കൊരു സിവിക് ഉണ്ടല്ലേ? സിവിക് ഉണ്ട്. ഒരു സിവിക് കിടപ്പുണ്ട്, അത് ഇവിടെ അല്ല കിടക്കുന്നത്, അപ്പുറത്താണ്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് സ്വിഫ്റ്റിലേക്ക് വരാം.
അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് 2019 മോഡലിലായിട്ടുള്ള ഒരു ഹോണ്ട സിവിക് ആണ്. പ്രീമിയം വണ്ടിയിൽ ഏറ്റവും ലോ മെയിൻ്റനൻസ് വരുന്ന വണ്ടിയാണ് ഇത്. ZXi എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്, ടോപ്പ് എൻഡ് വണ്ടിയാണ്. സൺറൂഫ് ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഏകദേശം 80% മേലെ ഓടാനുള്ള 4 ടയർ കണ്ടീഷൻ കിടപ്പുണ്ട് വണ്ടിക്ക്. റീപ്ലേസ്മെൻറ്റുകളില്ല, ആക്സിഡൻ്റ് ഇല്ല. നല്ല കിടിലം ക്വാളിറ്റി കിടക്കുകയാണ്. ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല സെറ്റപ്പായിട്ട് തന്നെ കിടക്കുന്നു. റിയറും കൂടി ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. അപ്പോൾ സെറ്റപ്പാണ്. വണ്ടിയുടെ ബാക്ക് സൈഡും കൂടി നോക്കിക്കോ, നല്ല നീറ്റായിട്ട് കിടക്കുന്നു. അപ്പോൾ വണ്ടിക്ക് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പുതിയ വണ്ടിക്ക് ഏകദേശം 29 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാണ് കേട്ടോ. നമ്മളിതിന് പറയുന്ന വണ്ടി എന്ന് പറയുന്നത് വില എന്ന് പറയുന്നത് 2019 വണ്ടി മോഡലാണ്. നമ്മൾ പറയുന്ന വില എന്ന് പറയുന്നത് ഏകദേശം 17,80,000 രൂപയാണ്. അപ്പോൾ ഫിനാൻസ് വീഴും. ഏകദേശം ഒരു 1 ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ ഈ വണ്ടി ഫിനാൻസ് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ഈ ഒരു സ്വിഫ്റ്റ് ഉണ്ടല്ലോ, ഇത് ഏതാ മോഡല്? ഇത് 2014 മോഡല്. ഇത് 140 ഓടിയിട്ടുണ്ട്. 140 കിലോമീറ്റർ കൂടുതലാണ്. സിംഗിൾ ഓണറാണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വന്ന വണ്ടിയാണല്ലേ? അതെ, വന്ന് കയറിയ വണ്ടിയാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങള് വന്നുകൊണ്ട് എടുത്ത് കയറ്റിയിട്ട് അത്യാവശ്യം വേറെ സ്റ്റോക്കുകളും നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. ഇനിയും ഇത്രയും തന്നെ വണ്ടികൾ നമുക്ക് വേറെ വർക്കായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പൊ ലോ കിലോമീറ്റർ പോളോ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം വെഹിക്കിൾസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. സിറ്റി ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. അപ്പൊ നമ്മുടെ കാറ്റലോഗിൽ ഉണ്ടോ വണ്ടികൾ? ഉണ്ടാവും. വണ്ടികൾ ഇപ്പൊ പോളിഷ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോയിൽ കാണാത്ത വണ്ടികൾ കാണാനും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇതിനെത്ര നമ്മൾ വില പറയണം? ഇത് നമുക്കൊരു 4 lakhs ആണ് ആസ്ക് ചെയ്യുന്നത്. 4 lakh ആണ്. 2014 മോഡൽ VDI ആണ് വണ്ടി. ഡീസൽ വണ്ടിയാണ്. അപ്പോൾ 2014 ആകുമ്പോൾ ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് ചെയ്യാൻ പറ്റും. 3 വർഷമൊക്കെ ഫിനാൻസ് ചെയ്യാം. 3 വർഷം ഫിനാൻസ് ചെയ്യാം. 3 ഇത് 5 years വരെ ഫിനാൻസ് ചെയ്യാൻ. എത്ര ഡൗൺ അടക്കേണ്ടി വരും? ഇത് അപ്രോക്സിമേറ്റ് 0 ഡൗൺ പേയ്മെന്റിൽ ചെയ്യാൻ പറ്റും, കാരണം സുസുക്കിയുടെ വണ്ടിയല്ലേ. അടുത്ത ഒരു ഫേസ് ലിഫ്റ്റ് സ്വിഫ്റ്റ്. ഇത് 2021 മോഡലാണ്. ഓട്ടോമാറ്റിക് ആണ്. ZXi ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ ആണ് വണ്ടി വരുന്നത്. ഇത് ഒരു 640 ആ റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് 60,000 ആണ് ഓടിയുന്നത്. 60,000 ഓടിയിട്ടുണ്ട്. 6,40,000 രൂപക്ക് കൊടുക്കാവുന്നതാണ്. സീറ്റുകാർക്ക് എക്സ്ട്രാ ചെയ്തേക്കണേണ്. അത്യാവശ്യം ഫിറ്റിംഗ്സ്. വേരിയന്റ് ZXi ഓട്ടോമാറ്റിക് ആണ്. ZXi പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ പ്രൈസ്. ഇതിനും എത്ര ഡൗൺ അടക്കേണ്ടി വരുമായിരിക്കും? ഇതും ഒരു 50 ആ റേഞ്ചൊക്കെ ഡൗൺ അടക്കേണ്ടി വരും. ഇനി നമുക്കൊരു മൈക്ര അടപ്പുണ്ടല്ലേ? മൈക്ര അത് ഡീലർക്ക് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. ഡീലർ പ്രൈസിൽ ഇട്ടിരിക്കുന്ന വണ്ടിയാണ്. വണ്ടിക്ക് വേറെ എന്തെങ്കിലും അപകടങ്ങളുണ്ടോ? വണ്ടിക്ക് വിൻഷീൽഡ് ക്രാക്ക് ഉണ്ട്. ഓക്കെ, അത് മാറ്റിയിട്ടില്ല അല്ലെ? ക്രാക്ക് കിടപ്പുണ്ട്. അതൊരു 4,000 സംതിങ് അത് കോസ്റ്റ് വരും ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് 2011 മോഡല് 95,000 കിലോമീറ്റർ ഓടിയേക്കണ മിഡിൽ വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. പെട്രോൾ മാനുവൽ ആണ്. നമ്മളെത്ര വില പറയണേ? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 1 lakh ആണ്. 1 ലക്ഷമാണ്. ഇതിപ്പോ എത്രാമത്തെ ഓണർഷിപ്പിൽ കിടക്കണേ? ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. ഡീലർമാർക്കൊക്കെ വേണമെങ്കിൽ വന്നെടുക്കാം, അല്ലാത്തവർക്കും വന്നെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ഏതെങ്കിലും വണ്ടി കാണാത്ത വണ്ടികളുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്, ഡെലിവറി ഓപ്ഷൻ ഉണ്ട്. ഓൾ കേരള ഫിനാൻസ് ഉണ്ടല്ലോ, ഓൾ ഇന്ത്യ ഫിനാൻസ് ഉണ്ട്. ഫിനാൻസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്ന് എടുക്കാം. വേറെ എന്തെങ്കിലും വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ, പിന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഇതെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? താങ്ക് യു സോ മച്ച് ബ്രോ. അടുത്ത വണ്ടികൾ വരുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വണ്ടികൾ വരാണ്ട് വരുമ്പോൾ അടുത്ത വീഡിയോ എന്തായാലും അത്യാവശ്യം നല്ല വണ്ടികൾ ഉണ്ടാവും. അന്ന് വെച്ച് ഇന്നത്തെ വീഡിയോയിൽ നല്ല വണ്ടി ഇല്ലാന്നല്ല, എപ്പോഴും നല്ല വണ്ടികൾ തന്നെയാണ് ഷോക്ക് വരാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ കൊടുത്തു.